ഹലോ കൂട്ടുകാരെ, നമ്മൾ മാർച്ച് മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവർക്കും നല്ല പണി കിട്ടുന്നതായിരിക്കും. ഞാൻ പറയുന്നത് പ്രൊഫഷണൽ ടാക്സിനെ കുറിച്ചാണ്. ഓരോ ഫേമും അല്ലെങ്കിൽ കമ്പനിയും അതുപോലെ അതിൻ്റെ ഓണേഴ്സും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. എന്താണ് പ്രൊഫഷണൽ ടാക്സ്? ഇൻകത്തിന് മുകളിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ഒരു ഡയറക്റ്റ് ടാക്സ് ആണ് പ്രൊഫഷണൽ ടാക്സ് എന്ന് പറയുന്നത്. ഇത് ആരൊക്കെയാണ് അടയ്ക്കേണ്ടത്? എംപ്ലോയീസ്, ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസ്. പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, CA, CMAs, അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സ് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മുടെ കേരളത്തിൽ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുന്നത് ഹാഫ് ഇയർലി ആണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഏപ്രിൽ ടു സെപ്റ്റംബറും രണ്ടാമത്തേത് ഒക്ടോബർ ടു മാർച്ചുമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാർച്ച് തീരുന്നതിന് മുന്നേ നിങ്ങൾ പ്രൊഫഷണൽ ടാക്സ് അടച്ചിരിക്കണം. അല്ലെങ്കിൽ ഫൈനും ഇൻട്രസ്റ്റും നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഒരു വർഷം പ്രൊഫഷണൽ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വരുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 2500 രൂപയാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്താണ് പ്രൊഫഷണൽ ടാക്സ് കളക്ട് ചെയ്യുക. എംപ്ലോയീസിൻ്റെ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കുമ്പോൾ നമ്മൾ ടാലിയിൽ എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നതെന്ന് നോക്കാം. സാലറി അക്കൗണ്ട് ഡെബിറ്റ്, ക്രെഡിറ്റ് പ്രൊഫഷണൽ ടാക്സ്, ക്രെഡിറ്റ് സാലറി പേയബിൾ. ഇനി പ്രൊഫഷണൽ ടാക്സ് നമ്മൾ കോർപ്പറേഷനിലേക്ക്, മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ പഞ്ചായത്തിലേക്കോ അടയ്ക്കുമ്പോൾ എങ്ങനെയാണ് ജേണൽ എൻട്രി? പ്രൊഫഷണൽ ടാക്സ് ഡെബിറ്റ് ടു ബാങ്ക് ഓർ ക്യാഷ്. നമുക്ക് ഈ പ്രൊഫഷണൽ ടാക്സ് ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് കാണാം.